ഹലോ. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ വീഡിയോസൊക്കെ നോക്കുന്ന സമയത്ത് അധികം കമൻസൊന്നും എൻ്റെ വീഡിയോയ്ക്ക് പൊതുവെ വരാറില്ല. സോ ഞാൻ വിചാരിച്ചു, എൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കിയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കുറച്ച് കമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം അക്കാഡമിക്കായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കമൻസ് ആണ്. അതായത് PhD, നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു. PhD ഉണ്ടോ അവിടെ, പിന്നെ എങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടും, എൻട്രൻസ് ആണോ, അങ്ങനെയുള്ള കുറച്ച് കമൻസൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അഡ്മിഷൻ ഏറെക്കുറെ ഞാൻ ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ കുറച്ച് ടൈം വൈകിപ്പോയി ഞാനിത് ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. പക്ഷേ എനിക്ക് ഇപ്പോൾ അടുത്ത വർഷമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ഇറ്റ് വിൽ ബി സം ടൈം യൂസ്ഫുൾ എനിക്ക് തോന്നി. ഓക്കെ, അപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എക്സാം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ബേസിക്കലി 3 ക്യാമ്പസ് ഉണ്ട്. മാങ്ങാട്ടുപറമ്പ് ഒരു ക്യാമ്പസ് ഉണ്ട്, പിന്നെ പയ്യന്നൂരാണ്. ഇപ്പം ഞാൻ പഠിക്കുന്ന ക്യാമ്പസ് പയ്യന്നൂരാണ്. പിന്നെ ഒരു ക്യാമ്പസും കൂടെ ഉണ്ട്, എൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ. അപ്പം അതിൽ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ക്യാമ്പസിലുള്ള സബ്ജക്ട്സ് ഒന്ന് ഫിസിക്സ്, കെമിസ്ട്രി, മ്യൂസിക്, ജിയോഗ്രഫിയാണ്. ഇതിന് ഏറെക്കുറെ എല്ലാത്തിനും PhD ഉണ്ടെന്നാണ്. ജോഗ്രഫിക്കും ഉണ്ട്, ഫിസിക്സിനും ഉണ്ട്, കെമിസ്ട്രിക്കും ഉണ്ടാവണം, പിന്നെ മ്യൂസിക്കിനും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇവിടുത്തെ എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാമാണ്, സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമാണ്. നമ്മളത് അപ്ലൈ ചെയ്യണം, നമ്മളത് പോയി എഴുതണം, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും, മാർക്ക് അവിടെ അവർ തരും. എനിക്കൊന്നു നമ്മൾ എത്ര താഴെയാണെങ്കിലും അവിടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടും. കാരണം ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും കുറേ പേരൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് പോകും. ഇവൻ്റെ അഡ്മിഷൻ എടുത്താൽ കൂടിയും സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണൂർ പഠിക്കുന്നവരാണ്, ജോഗ്രഫിയൊക്കെ ഐ തിങ്ക് നല്ലതായിരിക്കും അവിടെ. കാരണം ഇപ്പം PG ഒക്കെ നോക്കുന്ന കുട്ടികളാണെങ്കിൽ ഐ തിങ്ക് കണ്ണൂർ ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ക്യാമ്പസ് ലൈഫ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ചുറ്റൂർ പഠിച്ചിട്ടും കൂടെ വന്നപ്പോൾ എനിക്ക് അണ്ടർസ്റ്റാൻഡ്. പക്ഷെ പഠിക്കാൻ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഐ തിങ്ക് കണ്ണൂർ പറ്റും. കാരണം ഞാൻ പഠിച്ചത് ചുറ്റൂരാണെങ്കിലും ചുറ്റൂരും കണ്ണൂർ വെച്ച് നോക്കുമ്പോൾ പഠിക്കാൻ കുറച്ചുകൂടെ ഇതാണ്. പക്ഷേ ക്യാമ്പസ് ലൈഫ് എയിം ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് കണ്ണൂർ കിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കണ്ണൂരത്തെ ക്യാമ്പസ് വളരെ ചെറുതാണ്, പഠിക്കാനുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും അവിടെ ഉണ്ട്. അപ്പം എന്തായാലും ഞാൻ അഡ്മിഷനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു PGയുടെ അഡ്മിഷൻ എങ്ങനെ എനിക്ക് കിട്ടി, എവിടെയൊക്കെ ഞാൻ പോയി. എനിക്ക് തോന്നുന്നു ഞാൻ ഷോർട്ട് ബ്ലോഗ്സ് കാണുന്നവരാണെങ്കിൽ, ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. ഞാൻ കുറച്ച് ഒരു 3 യൂണിവേഴ്സിറ്റിയാണ് എൻ്റെ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഞാൻ ഭയങ്കര സ്ട്രെസ് എടുക്കും, എന്താ പഠിക്കും, ജോഗ്രഫി തന്നെ PG എടുക്കണമായിരുന്നു. പക്ഷേ ജോഗ്രഫിക്ക് PG കുറവാണ്. ഞാൻ COT എടുത്തിട്ട് പറ്റ മാർക്ക് കുറവാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലോങ് വീഡിയോസിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ ആദ്യം പോയിട്ട് എല്ലായിടത്തും, ഞാൻ കേരളത്തിൽ മെയിൻലി എവിടെയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാമായിരുന്നു, പക്ഷെ ലേറ്റായിട്ട് റെക്കഗ്നീഷനായിരുന്നു എനിക്ക് കൊടുക്കാം എന്നുള്ളത്. ഞാൻ പുറത്തെല്ലായിടത്തും കൊടുത്തു, പുറത്തെല്ലായിടത്തും തന്നെ വിളിച്ചു. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു എല്ലായിടത്തും വിളിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത് ചില സ്ഥലത്തും വിളിച്ചിട്ടില്ല. കാരണം മാർക്കൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വലിയ മാർക്കൊന്നും ഡിഗ്രിക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ എനിക്ക് വിളിച്ചു. അപ്പം ഞാൻ തൃശ്ശിയിൽ പോയി. തൃശ്ശിയിലല്ല ആദ്യം പോയത്, ഞാൻ ആദ്യം യുവക്ഷേത്രയിൽ പോയി പൈസ കൊടുത്ത്. പക്ഷെ അത് പിന്നെ എനിക്ക് മനസ്സിലായത് പൊട്ടത്തരമായിരുന്നു, അവിടെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് റെക്കഗ്നൈസ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് തൃശ്ശിയിൽ നിന്ന് വിളി വന്നപ്പോഴാണ് എനിക്കത് റെക്കഗ്നേഷൻ വന്നത്. സോ ഞാൻ പിന്നെ തൃശ്ശിയിൽ പോയി അഡ്മിഷൻ എടുക്കാനൊരു പോക്ക് പോയി, പിന്നെ പോയി കൊണ്ടുവിടാൻ എൻ്റെ അപ്പനമ്മ വന്നു. അങ്ങനെ നല്ലൊരു സംഖ്യ മുടക്കി എന്നെ അവിടെ കൊണ്ടുവിട്ടു. ഒരു 1 വീക്ക് പോയി ഞാനവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്ന വ്ളോഗ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്കൊട്ടും പറ്റുന്നില്ല. അത് യൂണിവേഴ്സിറ്റിയുടെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പം. എനിക്കൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫുഡ് പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മലയാളികൾ ആരും ഇല്ല. അത് ഉണ്ടാവണം എന്നല്ല, അത് എല്ലായിടത്തും വേണം എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് തൊട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ കരഞ്ഞ് നിലവിളിച്ച് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നു. എനിക്ക് വരാൻ പോലും അറിയില്ല. ഞാൻ എങ്ങനെയൊക്കെയോ തിരിച്ച് വന്നു. എന്നിട്ട് എൻ്റെ ഒരു പ്രതീക്ഷ കണ്ണൂർ മാത്രമായിരുന്നു ആക്ച്വലി. പിന്നെ വേറൊരു കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം ഞാൻ എഴുതിയൊരു കഥയുണ്ട്. ഞാൻ ആക്ച്വലി കണ്ണൂർ യൂണിവേഴ്സിറ്റി വെറുതെ കൊടുത്തിട്ടതാണ്. ഞാൻ ഒരിക്കലും അത് ആരൊക്കെ നിർബന്ധിച്ചപ്പോൾ ഞാൻ കൊടുക്കാം, കേരളത്തിൽ നമുക്ക് കൊടുക്കണം, എവിടെയെങ്കിലും കൊടുക്കണം. കാലിക്കറ്റ് എവിടെയും കൊടുത്തിട്ടില്ല, അപ്പോൾ കണ്ണൂർ കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കണ്ണൂർ വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടു. അപ്പോൾ ഞാൻ തൃശ്ശിയിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ, എനിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ഡ്രസ്സ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാൻ കോഴിക്കോട് പോകുന്ന വഴിക്ക്, എനിക്ക് എൻട്രൻസ് എക്സാം വഴിക്കായിരുന്നു കോഴിക്കോട്. സോ അപ്പോൾ അപ്പനും അമ്മയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി എഴുതാം. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ജസ്റ്റ് കയറി എഴുതി എക്സാം ആയിരുന്നു കണ്ണൂരിൻ്റെ എക്സാം. അപ്പം ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ ചിലപ്പോൾ PG പഠിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടാവുമായിരിക്കില്ലായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ പോയി എഴുതിയ എക്സാമാണ്. പിന്നെ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ തൃശ്ശി പോയിട്ട് വന്നിട്ട് ഞാൻ പിന്നെ കണ്ണൂർ കിട്ടണം എന്നുള്ള എൻ്റെ അതിയായിട്ടുള്ള ആഗ്രഹം ഞാൻ പ്രാർത്ഥിച്ചത് ഒരു ഘടകമായിരിക്കും എനിക്കിവിടെ കിട്ടിയത്. പിന്നെ ഞാൻ
ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. കിട്ടുന്ന കുട്ടികളെല്ലാം നമ്പർ, ആ ലിസ്റ്റിലുള്ള പിള്ളേരുടെ എല്ലാം നമ്പർ വാങ്ങിച്ചു. വരുന്നുണ്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണൂർ പോയ സമയത്ത് എനിക്ക് എല്ലാവരും അറിയാം. കാരണം ഞാൻ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാം എന്നെയും അറിയാം. സോ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തിച്ചു. എനിക്ക് അത്ര ടെൻഷനാണ്. കാരണം എനിക്ക് PG പഠിക്കാം, 1 വർഷം വെറുതെ വേസ്റ്റ് ആക്കാനില്ല. സോ അങ്ങനെ ഞാൻ പോയിട്ട് അവിടെ അഡ്മിഷൻ എടുത്ത് അറ്റ് ലാസ്റ്റ് എനിക്ക് ഭയങ്കര സാറ് വിളിച്ചത്, സാറിനെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും എനിക്കിവിടെ കിട്ടാൻ സാധ്യത. അപ്പോൾ സാറ് പറയും ഒട്ടും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ എൻ്റെ ഹോപ്പല്ല. അപ്പോൾ ഞാൻ എൻ്റെ സീനിയേഴ്സോടെ പഠിക്കുന്നവരെ വിളിച്ച് ചോദിക്കും. അവർ പറഞ്ഞാൽ കിട്ടും ഉറപ്പ്. അപ്പോൾ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് എന്നെ സാറ് വിളിച്ചിട്ട് പറഞ്ഞത് കിട്ടി. അപ്പോൾ ഞാൻ തുള്ളിച്ചാടി. കാരണം ഞാൻ ഇതിനായിട്ട് കോൺടാക്ട് ചെയ്ത ആരുമില്ല. ഞാൻ അവിടെയുള്ള സാറുമാർക്കടക്കം മെസ്സേജ് അയച്ചു. അവർക്ക് എനിക്ക് ഭ്രാന്തെന്ന് വിചാരിക്കുന്നവർക്കും. പക്ഷേ അത് എൻ്റെ ആവശ്യം. അപ്പോൾ എൻ്റെ ഒരു പൊട്ടത്തരം ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ഥലത്ത് കൊടുക്കുക. ഒരിക്കലും നമ്മൾ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം അത് കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പം നമുക്കത് കിട്ടിക്കോണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളങ്ങനെ PG അല്ലെങ്കിൽ ഡിഗ്രി തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം കൊടുക്കുക. ചിലപ്പോൾ എനിക്ക് മാത്രം പറ്റുന്ന മണ്ടത്തരായിരിക്കാം. പക്ഷെ ഇനി ഇതാരും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാനാണ് ഞാൻ പറയുന്നത്. സോ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ്റെ പ്രോസസ്സ് ഇങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞു. കാരണം കൊടുക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങളെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളത്. പിന്നെ ബാക്കി സബ്ജക്ട്സ് കണ്ണൂരുള്ളതെന്നാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ക്യാമ്പസിൽ ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദയവിത് ഒരു സ്ഥലത്ത് മാത്രം കൊടുക്കാണ്ട് പല സ്ഥലങ്ങളിൽ കൊടുക്കുക. പിന്നെ എൻട്രൻസ് എക്സാം എഴുതാൻ പോവുക. പൈസ കുറച്ചൊക്കെ പോയാലും ഇത് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ഇതിനോട് യോജിച്ചോണമെന്നില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ആസ് എ PG സ്റ്റുഡൻറ്റ് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ഇറ്റ്സ് ഗുഡ് ടു അപ്ലൈ ഇൻ മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോളേജസ്. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കേരളത്തിലും കൊടുക്കുക. ഞാൻ വലിയ അഹങ്കാരം കാണിച്ച് കൊടുക്കാതിട്ട് എനിക്ക് കിട്ടിയ പണി. പക്ഷേ എന്തോ ഭാഗ്യത്തിൽ ഞാൻ ജസ്റ്റ് ഒരു എസ്കേപ്പായി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇനിയിപ്പോൾ അക്കാഡമിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.